അങ്ങനെ മത്സരങ്ങൾ ആവേശപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നു. വേദികളിലെല്ലാം ജനങ്ങളെ, കലാപ്രേമികളെ നിങ്ങളെ മാടി വിളിക്കുന്നു തൃശൂർ. ഒന്നാമത്തെ വേദി വഴി ഒന്ന് പോയി നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ഇനി നമുക്ക് അവിടെ എന്തൊക്കെ സംഭവിക്കുക. ഇന്ന് ഏറ്റവും വർണ്ണാഭമായ കാഴ്ചകൾ കണ്ട വേദി അതാണല്ലോ. മെയിൻ അട്രാക്ഷൻ പോയിന്റ് ഒന്നാം വേദി തന്നെയായിരുന്നു. സൂര്യകാന്തി സൂര്യകാന്തി എത്ര കണ്ട് അവിടെ പൂത്ത് പുഷ്പിച്ച് തളിർത്തി സുഗന്ധം പരത്തുന്നു. സൂര്യകാന്തിക്ക് സുഗന്ധം ഉണ്ടല്ലോ അല്ലേ? നിശ്ചയമായി ശരി, ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം അവിടെ അക്ഷയോട് ചോദിക്കാം. അക്ഷയ, അപ്പൊ കാര്യങ്ങൾ നമ്മൾ രാവിലെ കണ്ടു, വളരെ മനോഹരമായ കാഴ്ച കണ്ടു, ഒരു മിനി പൂരം കണ്ടു. ഇപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു, ആളുകളുടെ സാന്നിധ്യം കൂടെ പറയണം കേട്ടോ. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു അവിടെ ലീവ് എടുത്തൊക്കെ ആളുകൾ വന്നിരിക്കുകയാണ്. അത്ര ആളുകളുണ്ട് വേദി ഒന്നിൽ നിന്ന്. ആ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ അക്ഷയ? തീർച്ചയായും ജിൽസി, കലാപൂരത്തിന് തിരിതെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ എന്താ പറയാ, നമ്മളിങ്ങനെ പൂരത്തിന്റെ ഒരു മിനി പൂരം എന്ന് കാണിക്കുന്ന രീതിയിലാണ് കലോത്സവ വേദി ആകെയുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വേദി ഒന്ന് സൂര്യകാന്തിയിലാണ്. ഇതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ, അതായത് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുള്ളത് ഈ വേദിയാണ്. ഈ വേദിയെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. ഈ വേദി എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള വേദിയാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായതാണ്. തീ പിടിക്കില്ല, അതുപോലെ തന്നെ ആവശ്യത്തിലധികം ചൂട്, ഭയങ്കരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ചൂടൊന്നും തന്നെ ഇവിടെ അനുഭവപ്പെടില്ല. പിന്നെ മാത്രമല്ല ഹരിതചട്ടം പാലിച്ചിട്ടാണ് ഇത്തവണത്തെ കലോത്സവം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. ഇതാണ് കൂജ, ഇതാണ് തണ്ണീർ കൂജ. അതായത് വെള്ളത്തിന് തണുപ്പുണ്ടാ? തണുപ്പുണ്ടാ? വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? കുടിച്ചിട്ടുണ്ട്. എന്താ നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളം അതന്നെയാണ്. അതായത് കൂജയിൽ നിന്നുള്ള വെള്ളം കൂടി പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കൂജയിൽ തണുപ്പിച്ച വെള്ളം കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും ഹരിതചട്ടം പാലിച്ചിട്ട് തന്നെയാണ് ഇത്തവണത്തെ കലോത്സവം നടത്തുന്നത്. ഇന്ന് ഇപ്പോൾ വേദി 1 സൂര്യകാന്തിയിൽ ഇപ്പോൾ മോഹിനിയാട്ട മത്സരമാണ്. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ട മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അരങ്ങുണർന്നിട്ടുണ്ട്, നിറയെ കാണികളുണ്ട്. നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ തന്നെ കാണാൻ പറ്റും. നിറയെ തിങ്ങി നിറഞ്ഞ കസേരകളാണ്. അവിടെയും തന്നെ നമുക്ക് ഒഴിവൊന്നും തന്നെ കാണാൻ പറ്റില്ല. മോഹിനിയാട്ട മത്സരം കാണുന്നതിനായിട്ട് അത്രയും അധികം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ വേദിയിലാണ്, പ്രധാന വേദിയിലാണ് സംഘനൃത്ത മത്സരം അരങ്ങേറുന്നത്. സംഘനൃത്തം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മത്സരമാണ് സംഘനൃത്ത മത്സരം എന്ന് പറയുന്നത്. സംഘനൃത്ത മത്സരത്തിൽ ഒരു പ്രത്യേക ഓഡിയൻസിനുണ്ട്. കാരണം വളരെ ചടുലമായിട്ടുള്ള നൃത്തമാണ് സംഘനൃത്തം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള തീമുകൾ ഉപയോഗിച്ചിട്ടുള്ള നൃത്തം, ആ ഒരു പല തീമുകൾ, കാലഭൈരവൻ ഉണ്ടാവാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളാർമല സ്കൂളിന്റെ ആ ഒരു സംഘനൃത്തമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിജീവനത്തിന്റെ സംഘനൃത്തം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സംഘനൃത്ത മത്സരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഹിനിയാട്ട മത്സരമുണ്ട്. ഈ 2 മത്സരങ്ങളാണ് പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയിൽ നടക്കുന്നത്. മറ്റ് വേദികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരതനാട്യമുണ്ട്. വേദി 2-ൽ ആൺകുട്ടികളുടെ ഭരതനാട്യമാണ് നടക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒപ്പനയുണ്ട്. ഒപ്പനയും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള മത്സരമാണ്. കാണികൾ നിറയുന്നൊരു മത്സരമാണ് ഒപ്പന എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ തവണ തൊട്ടാണ് ഈ ഗോത്ര കലകളെ കൂടി സംസ്ഥാന കലോത്സവത്തിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് വേദി 3-ല് പണിയ നൃത്തം, നമ്മളവിടെ നേരത്തെ നമ്മുടെ സ്റ്റോളിന്റെ അവിടെയൊക്കെ തന്നെ നമ്മളത് കണ്ടതാണ്. പിന്നെ മിമിക്രി, ലളിതഗാനം, അറബനമുട്ട്, ചാക്യാർകൂത്ത് എന്നീ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ ഞാൻ ചാക്യാർകൂത്ത് മത്സരവേദിയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ തരത്തിലും പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ആ ഒരു വിഷയത്തെ, അത് എല്ലാ മത്സര ഇനങ്ങളിലും തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ മത്സരത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം ചാക്യാർകൂത്ത് മത്സരവേദിയിൽ നിൽക്കുന്ന സമയത്താണ്, നമുക്കറിയാം ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് വളരെ ആക്ഷേപഹാസ്യപരമായിട്ട് ഒരു പുരാണ കഥയെ ഇതാക്കുന്ന ഒരു രീതിയാണ്, ഒരു മത്സര ഇനമാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. ചാക്യാർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഈ ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാക്യാർകൂത്ത് മത്സരത്തിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയം, അതുപോലെ തന്നെ ഈ തൃശ്ശൂർ പൂരത്തിനും മറ്റു പൂരങ്ങൾക്കൊക്കെ തന്നെ ആനയിറക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കാണുകയുണ്ടായി. ഇപ്പൊ ഇവിടെ നമ്മളുടെ ഈ വളണ്ടിയേഴ്സ് ഒക്കെ തന്നെ സജീവമായിട്ട് ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുണ്ട്. അത്തരത്തിൽ NCC കാഡറ്റ്സുകളും ഒക്കെ ഉണ്ട്. സാർ, എന്താണ് കലോത്സവത്തിനെ കുറിച്ച് പറയാനുള്ളത്? കലോത്സവം സൂപ്പറാണ്. കുട്ടികളുടെ ഓരോ ഇത് കാണുമ്പോഴും ഓരോ വർഷവും മികച്ചതായിട്ട് കലാപ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ഈ കല എന്ന് പറയുന്നത് ഒരു സ്നേഹ കൂട്ടായ്മയും കൂടിയാണ്.
ഞങ്ങളുടെ പോലീസിന്റെ ഭാഗത്തുള്ള സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ജാഗരൂകരായിട്ട് ഇവിടെ എല്ലാ അർത്ഥത്തിലും ഇവിടെ പോലീസുകാർ സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ പോലും അത് എത്രയും പെട്ടെന്ന് അത് ലഘൂകരിച്ച് അത് നേരാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുകൾക്ക് അത്രയും സേഫ് ആയിട്ട് കുട്ടികൾക്ക് ഇവിടെ സേഫ് ആയിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു കലോത്സവം കൂടിയാണ് ഇത്തവണ നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിനൊരു സന്തോഷം നമ്മുടെ കുട്ടികൾക്കുണ്ട് കേട്ടോ. എല്ലായിടത്തും ഫ്രീ ആയി അങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. എന്തായാലും വേദി ഒന്ന് മോഹിനിമാർ കൈയടക്കിയിരിക്കുന്നു. മോഹിനിയാട്ടം അരങ്ങു തകർക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്ത റാണിമാർ അവിടെ ഒരു പ്രശ്നമുണ്ട് ജിൽസി. കാരണം ഇത് 3 മണിക്ക് തീരേണ്ടതാണ്. എന്നിട്ട് വേണം സംഘനൃത്തം. ഏറ്റവും അഴകാർന്ന മിഴിവാർന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണമനോഹരമായ ലൈറ്റാണ് ഈ മൊത്തം. എത്ര ഐറ്റങ്ങളുണ്ട്? 242 അല്ലേ? 249 ഐറ്റങ്ങൾ. ഏറ്റവും മനോഹരമായ ഐറ്റാണ് സംഘനൃത്തം. അപ്പൊ അതിന് ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുമ്പോൾ മോഹിനിയാട്ടം ഒരല്പം വൈകാൻ മോഹിനിമാര് കുറച്ചൊന്ന് വൈകിയെങ്കിലും സംഘനൃത്ത റാണിമാർ സമയത്ത് തന്നെ തീരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഒരു 5 മണി തന്നെ 5 മണിയെങ്കിലും സംഘനൃത്തം കുറച്ച് വൈകിപ്പോയി. ഉദ്ഘാടനം അടക്കമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വൈകിപ്പോയി. എന്നാലും മനോഹരമായിട്ട് വേദികൾ നിറഞ്ഞങ്ങനെ പോകുന്നുണ്ട്.